പ്രിയപ്പെട്ട വനിതാ സംഘ ഭാരവാഹികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വനിതാ സംഘത്തിൻ്റെ പ്രവർത്തനമാകട്ടെ, രാഷ്ട്രീയ പ്രവർത്തനമാകട്ടെ, എന്ത് പ്രവർത്തനത്തിന് പോയാലും ഞാൻ എന്നും പറയാറുള്ളതാണ്, കുടുംബത്തിലെ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം. നമ്മുടെ വീട്ടിലെ പണികളെല്ലാം ഇട്ടെറിഞ്ഞിട്ട് വീട് വൃത്തിയാക്കാതെ നമ്മൾ പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങി തിരിച്ചിട്ട് കാര്യമില്ല. നമ്മളില്ലാത്ത സമയത്തായിരിക്കും നമ്മുടെ വീട്ടിൽ വേറൊരാൾ വരുന്നത്. അപ്പം അവർ വന്ന് നോക്കുമ്പോൾ നമ്മൾ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുക, നമ്മുടെ വീട് പരിസരമൊക്കെ വൃത്തികേടായിട്ട് അല്ലെ കുടുംബത്തിൽ കഞ്ഞിയും കറിയും വെക്കാതെ പോയെങ്കിൽ നമ്മുടെ അവസ്ഥ എന്നാണ്? അതിനൊരു കാര്യമില്ല. രൂപമാണ് ഭരണത്തിലിരിക്കുമ്പോൾ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എടുത്തുകൊണ്ട് പോകുവാൻ ആർക്കും സാധിക്കില്ല. നമുക്ക് സന്തോഷമില്ലായിരിക്കും, പക്ഷെ കൂട്ടായ്മയുടെ തീരുമാനം, ജനാധിപത്യം എന്ന് പറയുന്നത് അതാണ്. ജനാധിപത്യ രീതിയിൽ ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ കാര്യമായിട്ട് മുന്നോട്ട് പോകും. അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, അത് പൊതു വികാരമാണ്, അല്ലെങ്കിൽ അംഗങ്ങൾ എല്ലാവരോടും കൂടി തീരുമാനിക്കുന്നതായതുകൊണ്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. അതുപോലെ ഇനി തിരഞ്ഞെടുക്കുന്ന നമ്മുടെ വനിതാ സംഘത്തിൻ്റെ അംഗങ്ങൾ നാളിതുവരെ നമ്മുടെ സഭയെ പറ്റിയോ മറ്റു കാര്യങ്ങളെ പറ്റിയോ ഒരു പരാതികളുമില്ലെങ്കിൽ ഇതിലും മികവുറ്റതായിട്ട് തന്നെ പോകണം. എണ്ണി തൊട്ടെണ്ണം ഉരുളൊടുങ്ങിയ നിന്നിടം ദൃക്കുപോലുള്ള നിന്നിൽ അസ്പന്ദമാകണം. അന്ന വസ്ത്രാദി മുണ്ടാതെന്നു രക്ഷിച്ചു ഞങ്ങളെ. ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകും ആര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല. ഭൂതും ഒഴിയുമോർക്കിൽ നീ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ്. ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ. ദീനാവനപരായണ ജയിക്കുക ചിദാനന്ദ. ദയാസിന്ധു ജയിക്കുക. ആഴമേറും നിൻ മകസാമാഴിയിൽ ഞങ്ങളാകവേ. ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ആഴണം വാഴണം നിത്യം, വാഴണം
സുഖം സംഘത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊള്ളാം. അതായത് നമ്മളിപ്പം രണ്ടാം ടേണാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ആ കാലയളവിലുള്ള നമ്മുടെ വനിതാ സംഘത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ സമ്പാദ്യം ചിട്ടിയാണ് നമ്മുടെ പ്രധാന വരുമാന മാർഗം. ആ ചിട്ടിയിൽ നിന്നും കിട്ടുന്ന വരുമാനമാണ് നമ്മൾ ശാഖയ്ക്ക് നല്ല രീതിയിൽ അതുപോലെ സഹായം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കിട്ടിയ തുകകൾ മുഴുവൻ നമ്മൾ ശാഖായോഗത്തിന് വേണ്ടി വിനിയോഗിക്കുമായിരുന്നു. അത് ഞാൻ ഗുരുദേവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ എത്തിയിരിക്കുന്ന വനിതാ സംഘ അംഗങ്ങൾ, അവരുടെ എല്ലാം നല്ല സപ്പോർട്ട് ഉണ്ട്. അതുപോലെ ചിട്ടിയിൽ ചേർന്ന എല്ലാവരെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. ചിട്ടിയുടെ സമ്പാദ്യമാണ് നമുക്ക് മുതൽക്കൂട്ടാൻ കഴിയുന്നത്. ആ ചിട്ടി അടുത്ത ഞായറാഴ്ചയാണ് നമ്മുടെ ചിട്ടി തുടങ്ങുന്നത്. ചതയം, അതുപോലെ ചതയം എന്നാണ്. ആ ചതയത്തിന് നമ്മൾ പുതിയ ചിട്ടി തുടങ്ങുന്നതായിരിക്കും. എല്ലാവരും അതിൽ ആത്മാർത്ഥമായിട്ട് സഹകരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അതുപോലെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ ഭരണസമിതി തെരഞ്ഞെടുപ്പാണ്. എല്ലാ പുതിയ ആൾക്കാരും ഭരണസമിതിയിലോട്ട് വരണം. എല്ലാവരും മടിച്ചാണ്. അങ്ങനെ മടിച്ചു നിൽക്കരുത്. ആൾക്കാരില്ലാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എല്ലാവരുടെയും ഈ ഭരണസമിതിയിലോട്ട് വരണം ഞാൻ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അമ്മമാർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മരുമക്കളായിട്ട് വരുന്ന പെൺപിള്ളേരെ തീർച്ചയായിട്ടും നിങ്ങൾ കുടുംബ യൂണിറ്റ് പറഞ്ഞു വിടണം. കുടുംബ യൂണിറ്റ് വന്നാൽ മാത്രമേ നമ്മളുമായിട്ടൊരു ബന്ധം ശാഖയുമായിട്ട് വരികയുള്ളൂ. അതുപോലെ ശാഖാ വനിതാ സംഘം, ഇവിടുത്തെ വനിതാ സംഘം 3 വർഷമായിട്ട് വളരെ നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓണത്തിന് പ്രായമുള്ള ആൾക്കാരെയൊക്കെ സന്ദർശിക്കുകയും ഓണക്കോടി കൊടുക്കുകയും അതായത് രോഗികളെ സന്ദർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു വനിതാ സംഘം ഉണ്ട് എന്നാൽ നമ്മുടെ സമുദായത്തിലെ ഓരോ അംഗത്തിനും മനസ്സിലാവണമെങ്കിൽ നമ്മൾ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അവർ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്നിട്ടും ആൾക്കാർ വരുന്നില്ല എങ്കിൽ നമുക്ക് അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിന്നെ നിങ്ങൾ ഈ വന്ന ഓരോരുത്തരും ഒരാളെ കൂടി എങ്കിലും നിങ്ങൾക്ക് കൂടി കൂട്ടിക്കൊണ്ട് വരാൻ സാധിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ഈ അംഗസംഖ്യ കുറച്ചുകൂടിയൊക്കെ കൂടാമായിരുന്നു. ചെറുപ്പക്കാർ വന്നാലേ നമുക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ വല്യമ്മമാർ പോയി കുഞ്ഞുങ്ങളുടെ ബാഗ് പരിശോധിക്കുകയോ അല്ലെങ്കിൽ അവരോട് വൈകുന്നേരം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്താൽ അവർ തള്ളമാർക്കോ അല്ലെങ്കിൽ കൊച്ചുമക്കൾക്കോ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അതേ സമയത്ത് ആ കുഞ്ഞുങ്ങളുടെ അമ്മമാർ അത് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് അവരുടെ മക്കളുടെ ബാഗ് പരിശോധിക്കുകയോ അന്ന് വൈകുന്നേരങ്ങളിൽ വരുമ്പോൾ അവരുടെ കാര്യങ്ങൾ കേൾക്കാനും അവരെന്താണ് അവരുടെ മുഖമൊന്ന് മാറിയാലും ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ ഓരോ അമ്മയ്ക്ക് സാധിക്കണം. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ തൃക്കരങ്ങളാൽ വിരചിതമായ ഹോമമന്ത്രത്തിന്റെ 100ാം വാർഷികമായിരുന്നു ഈ ഒക്ടോബർ 18-ന് നമ്മൾ മണിച്ചുകുളങ്ങരയിൽ വെച്ച് നടത്തിയത്. അതിൽ നമ്മുടെ ശാഖയിൽ നിന്ന് പ്രകാശ് ചേച്ചി പറഞ്ഞു കഴിഞ്ഞു. നല്ല പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല സഹകരിച്ചു. അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മൾ അങ്ങനെ പോകുമ്പം അവിടെ കണ്ട ജനക്കൂട്ടം 5000 പേരാണ് ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നത്. അപ്പം നമ്മളെ പോലെ ഓരോരുത്തരും അയ്യോ ഞാനില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാലത്തെ അവസ്ഥ തന്നെ അവിടെ വന്ന് കണ്ടവർക്കേ അതിൻ്റെ ഇത് മനസ്സിലാവത്തുള്ളൂ. അപ്പം അതൊക്കെ ഒരു ഭാഗ്യമാണ്. ഓരോ കാര്യങ്ങളും നമുക്ക് ഓരോരോ ഇതിലേക്ക് നമുക്ക് അറിവുകൾ നേടാനും ഒക്കെയുള്ള കാര്യങ്ങൾ ഒക്കെ മുന്നോട്ട് വരാനുള്ളതാണ്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക എന്ന് മാത്രം പറയുന്നു. അതുപോലെ തന്നെ അമ്മ മനസ്സിൻ്റെ ക്ലാസ് വെച്ചു. അതിന് നമ്മുടെ ശാഖയിൽ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ മനസ്സൊക്കെ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ അമ്മ പഠിക്കണം. അമ്മ പഠിച്ചാൽ മാത്രമേ നമ്മളുടെ മക്കൾ പഠിക്കുകയുള്ളൂ. സ്ത്രീയാണ് കുടുംബത്തിൻ്റെ വിളക്കും ഐശ്വര്യവും. സ്ത്രീ നമ്മൾ നന്നാവാതെ നമ്മൾ മറ്റുള്ളവരെ പറഞ്ഞിട്ട് കാര്യമാണ്. ഇപ്പം ചാനലുകളാണെങ്കിലും ഓരോ കാര്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു നാണക്കേട് തോന്നിപ്പോവാം. മാനസിക ബുദ്ധിമുട്ട് തോന്നുന്ന രീതിയിലാണ് സ്ത്രീകൾ കാണിക്കുന്ന ഓരോ സംഭവങ്ങളും. നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അപ്പം സമൂഹത്തിൻ്റെ കാര്യം ഒന്ന് ഓർത്ത് നോക്കിക്കേ. അപ്പം നമ്മൾ അങ്ങനെ ഒരിക്കലും അങ്ങനെയുള്ള സ്ത്രീകളാവാൻ ഞാനൊന്നും വ്യക്തമായിട്ട് ഇവിടെ പറയുന്നില്ല. സ്ത്രീകളാവാതിരിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ശാഖായോഗത്തിലെ ഒരു സ്ത്രീകൾ പോലും അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. നമുക്ക് സമൂഹത്തിന് നമ്മുടെ കുടുംബത്തിനൊക്കെ ഉത്തമമായ രീതിയിൽ മാതൃകയായ രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കെങ്കിലും മാതൃകയായ രീതിയിൽ ഞാനൊരു നല്ല അമ്മയാണെന്ന് അവരോട് പറയാൻ നമുക്ക് സാധിക്കണം. അപ്പം നമ്മുടെ കുടുംബം സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ കുടുംബവും കൂടി നോക്കണം. പിന്നെ പ്രിയപ്പെട്ട വനിതാ സംഘ ഭാരവാഹികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വനിതാ സംഘത്തിൻ്റെ പ്രവർത്തനമാകട്ടെ രാഷ്ട്രീയ പ്രവർത്തനമാകട്ടെ എന്ത് പ്രവർത്തനത്തിന് പോയാലും ഞാൻ എന്നും പറയാറുള്ളതാണ്, കുടുംബത്തിലെ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ വീട്ടിലെ പണികളെല്ലാം ഇട്ടെറിഞ്ഞിട്ട് വീട് വൃത്തിയാക്കാതെ നമ്മൾ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങി തിരിച്ചിട്ട് കാര്യമില്ല. നമ്മളില്ലാത്ത സമയത്തായിരിക്കും നമ്മുടെ വീട്ടിൽ വേറൊരാൾ വരുന്നത്. അപ്പോൾ അവർ വന്ന് നോക്കുമ്പോൾ നമ്മൾ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുക. നമ്മുടെ വീട് പരിസരമൊക്കെ വൃത്തികേടായിട്ട് അല്ലെങ്കിൽ കുടുംബത്തിൽ കഞ്ഞിയും കറിയും വെക്കാതെ പോയെങ്കിൽ നമ്മുടെ അവസ്ഥ എന്നാണ്? അതിലൊരു കാര്യമില്ല. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് നമ്മുടെ ഉറക്കമൊക്കെ നഷ്ടപ്പെടുമ്പോൾ ഇച്ചിരി നേരത്തെ എഴുന്നേക്കണം. ചിലപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയെന്ന് വരികയില്ല. എങ്കിൽ പോലും നമ്മൾ ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തു വെച്ചിട്ട് പോയാൽ മാത്രമേ നമ്മളുടെ ഭർത്താക്കന്മാരെ നമ്മളെ പറഞ്ഞു
എഴുതിയുള്ളൂ. 2002 മുതൽ ഇറങ്ങുന്നതാണ്. എൻ്റെ 14 വർഷമായിട്ട് ഇങ്ങനെ പ്രവർത്തനങ്ങളിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കുടുംബത്തെ കാര്യങ്ങൾക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല. മക്കളുടെ കാര്യങ്ങളോ ഭർത്താവിൻ്റെ കാര്യമോ ഒന്നും. അപ്പം അങ്ങനെ ചെയ്ത് പണ്ടത്തെ കഷ്ടപ്പാട് വെച്ച് നോക്കുമ്പം പശുവൊക്കെ വളർത്തി ഇപ്പോൾ ഒരു കഷ്ടപ്പാടും ഇല്ല. എന്തെങ്കിലും നടന്നാൽ മാത്രം മതി. എങ്കിൽ പോലും അങ്ങനെ ചെയ്തത് കൊണ്ട് അതിൻ്റെ ഭഗവാന്റെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നെനിക്ക് വളരെ അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും. അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ള, പ്രകാശൻ ചേച്ചി പറഞ്ഞതുപോലെ ആരെങ്കിലും ഇവിടെ ഏതായാലും ഇതിൽ നിന്നൊരു ഭരണസമിതി ഉണ്ടായേ പറ്റുള്ളൂ. നിങ്ങളുടെ പേര് നിർദ്ദേശിക്കുമ്പോൾ പാനലുണ്ടോയെന്ന് എനിക്കറിയില്ല. എങ്ങനെയാണെങ്കിലും ആ പാനലിൽ വരുന്ന ആളാണെങ്കിലും പേര് നിർദ്ദേശിക്കപ്പെടുന്ന ആളാണെങ്കിലും നിങ്ങൾ വളരെ സന്തോഷപൂർവ്വം ഇതൊരു നിയോഗമായി കണക്കാക്കിക്കൊണ്ട് ഗുരുദേവ നാമത്തിൽ അത് ഏറ്റെടുക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് പശുവുണ്ടല്ലേ, ആടുണ്ട്, അല്ലെ അമ്മയുണ്ട്, കുഞ്ഞുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മാറി നിൽക്കരുതെന്ന് മാത്രം ഞാൻ പറയുകയാണ്. ഈ വരുന്ന ഞങ്ങളെപ്പോലുള്ളവർ സ്ഥിരമായിട്ടിരിക്കാതെ പുതിയ പുതിയ ആൾക്കാർ വരട്ടെ. ഇപ്പോൾ യൂണിയൻ വനിതാ സംഘത്തിൻ്റെ വാർഷികം അടുത്ത ജൂലൈയിൽ വെക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ മാറേണ്ടതാണ്. ഞാൻ 16 വർഷമായി എന്നും വന്ന് ഞാൻ പറയുന്നുണ്ട് ഞാൻ അടുത്ത പ്രാവശ്യം വരുന്നത്. എങ്ങനെയാണോ ഭഗവാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ തന്നെ ഇരുത്തുക. അപ്പം ഞാൻ കാരണം നിങ്ങളൊക്കെ വന്നാൽ മാത്രമേ നമുക്കതിൽ നിന്ന് മാറാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വരണം. ഒരു ആദ്യമായിട്ട് നമ്മുടെ സ്മിത വന്നിട്ടുണ്ട്. വളരെ സന്തോഷമാണ്. നല്ല ആക്റ്റീവായിട്ട് നല്ല അങ്ങനെ ഓരോരുത്തർ വന്നു കഴിയുമ്പോൾ ഞങ്ങൾക്കും വളരെ ഊർജ്ജസ്വലതയാണ്. പിന്നെ നിങ്ങൾ ഭരണസമിതി അംഗങ്ങൾ തമ്മിൽ വളരെ ഐക്യത്തോടു കൂടി വേണം പോകാനായിട്ട്. വനിതാ സംഘത്തിൻ്റെ കമ്മിറ്റിയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ കമ്മിറ്റിയിൽ മാത്രം പറയണം. ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. മുന്നോട്ട് ആണെങ്കിലും അപ്പോൾ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അവിടെ പറഞ്ഞ് അത് തീർപ്പാവണം. പുറത്തേക്ക് ഇറങ്ങി ഒരിക്കലും പറയാൻ പാടില്ല. അതുപോലെ നമ്മുടെ വനിതാ സംഘത്തിൻ്റെ കമ്മിറ്റിയിൽ നിർബന്ധമായിട്ടും ശാഖാ സെക്രട്ടറിയെ വിളിച്ചിരിക്കണം. ശാഖാ സെക്രട്ടറി നിർദ്ദേശിക്കുന്ന ആര് വേണമെങ്കിലും കമ്മിറ്റിയിൽ പങ്കെടുത്തോട്ടെ. അപ്പോൾ ശാഖ അറിഞ്ഞു വേണം. ഇവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ ശാഖാ മാനേജിംഗ് കമ്മിറ്റിയൊക്കെ അറിഞ്ഞാണ് പോകുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. യാതൊരു പരാതിയും ഇതുവരെ ശാഖയുടെ ഭാഗത്തു ഒന്നും ഉണ്ടായിട്ടില്ല. വനിതാ സംഘത്തെ കുറിച്ച് അതുപോലെ വനിതാ സംഘ ശാഖയെ കുറിച്ച് അങ്ങനെ ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ പോകുന്നു. ഒത്തിരി സന്തോഷം. നമുക്കറിയാം ഉച്ചത്തേക്കൊക്കെ സമയത്ത് വളരെയധികം തിരക്കുള്ളയാണ്. ആ തിരക്കിനടിയിലും വനിതാ സംഘത്തിന്റെ കണക്കും കാര്യങ്ങളും ഒക്കെ നോക്കി ചുറ്റിയൊക്കെയാണ് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അതിലൊരു ചെറിയ കുറവ് മാസവരി പിരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ദയവ് ചെയ്ത് മാസവരി പിരിക്കണം. മാസവരി പിരിക്കണം എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു അവകാശമാണ്. ഒരു 5 രൂപയെ നമ്മൾ ചോദിക്കുന്നുള്ളൂ, കൂടുതലൊന്നുമില്ല. അത് എല്ലാ കുടുംബ യൂണിറ്റ് വഴിയും നിങ്ങളുടെ കുടുംബ യൂണിറ്റിലും ഓരോ കുടുംബ യൂണിറ്റിലും നമ്മുടെ കമ്മിറ്റിക്കാരുണ്ടല്ലോ, ഒരു വർഷത്തെ മാസവരി 60 രൂപ ഒരുമിച്ച് മേടിച്ചാൽ മതി. എന്നിട്ട് അവർക്ക് രസീത് കൊടുത്തേക്കുക. അങ്ങനെ അപ്പോൾ 10 പേരുണ്ടെങ്കിൽ 60 രൂപ വെച്ച് മേടിക്കുമ്പോൾ 600 രൂപയാവും. അപ്പോൾ അത് ജനുവരി മാസം ഫെബ്രുവരി മാസം മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജനുവരി ഫെബ്രുവരി ഇത് മേടിച്ചാൽ മതി. അപ്പോൾ അതും കൂടെ ഒരു വനിതാ സംഘത്തിന് ഒരു മുതൽക്കൂട്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത്. നമ്മുടെ ഈ വനിതാ സംഘം കഴിഞ്ഞ 3 വർഷമായിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്കുള്ളൂ. അതിന് മുമ്പ് എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്നുള്ളതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. കാരണം ഞാൻ വരുമ്പോൾ ആൾറെഡി ഈ വനിതാ സംഘമുണ്ട് ഇവിടെ. നല്ല കാര്യങ്ങൾ ചെയ്താൽ ശാഖ എന്നും കൂടെ ഉണ്ടായിരിക്കും. നല്ലതല്ല ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ശാഖയുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കുകയില്ല. കാരണം ലേഡീസ് ഫസ്റ്റ്, പെണ്ണുങ്ങൾ മുന്നോട്ട് വരണമെന്ന് ആഘോരാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ല, സോഷ്യൽ മീഡിയയിലുമെല്ലാം നമ്മൾ കണ്ടതാണ്. ഒരു 3-4 മാസം മുമ്പ് അമ്മ എന്നൊരു സംഘടനയുണ്ട്, നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന വലിയ വലിയ നടന്മാരും നടികളും എല്ലാവരും നയിച്ചുകൊണ്ട് പോകുന്ന വലിയൊരു സംഘടനയുടെ തലപ്പത്തേക്ക് സ്ത്രീകളെ വരണം എന്നും പറഞ്ഞ് വാശി പിടിച്ച് അന്നത്തെ സർക്കാരും എല്ലാവരും കൂടി ആ അമ്മ സംഘടനയിലേക്ക് സ്ത്രീകളെ മാത്രമാക്കി. പേപ്പർ വായിക്കുന്ന നിങ്ങളാണെങ്കിൽ ഇന്ന് അമ്മയെപ്പറ്റി പറയുമ്പോൾ വായിക്കാൻ മടി വരും. ആ രീതിയിലാണ് ആ പ്രസ്ഥാനത്തെ അത്ര നശിപ്പിച്ചു കളഞ്ഞു. മലയാളികൾക്ക് ഏറ്റവും അപമാനമുണ്ടാക്കിയതാണ് ഈ 4-5 മാസം കൊണ്ട്. സോഷ്യൽ മീഡിയ പേപ്പറോ വായിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലായിട്ടുള്ളൂ. നിങ്ങൾ ആരാധിക്കുന്ന പലരുടെയും മീഡിയയുടെ ഫ്രണ്ടിൽ വന്നിട്ട് ഇന്ന കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ലജ്ജ തോന്നുകയാണ്. അതിന്റെ കാരണം സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരണമെന്ന് പറയുമ്പോഴും ഒരുമയില്ലാത്തതിന്റെ വലിയൊരു തെളിവാണത് ഈ അമ്മ എന്ന വലിയ സംഘടന. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കുന്ന ഒരു സംഘടനയാണ്. നമ്മൾ കാണുന്നതല്ലത്. അപ്പൊ അതിന്റെ തലത്തെ നടത്തിപ്പിന് വേണ്ടി സ്ത്രീകൾ വന്നപ്പോൾ തമ്മിൽ അടിയായി, കേസായി, വഴക്കായി ഇന്നിപ്പോൾ അത് പിരിച്ചുവിട്ടിരിക്കുകയാണ്. നമ്മൾ വളരെ ഒരു സംഘടനയായി പരമായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനം ഒരുപക്ഷെ എപ്പോഴും ഉണ്ടായെന്ന് വരില്ല. അത് സംഘടനയുടെ രൂപമാണ്. ഭരണത്തിലിരിക്കുമ്പോൾ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എടുത്തുകൊണ്ട് പോകുവാൻ ആർക്കും സാധിക്കില്ല. നമുക്ക് സന്തോഷമില്ലായിരിക്കും, പക്ഷെ കൂട്ടായ്മയുടെ തീരുമാനം, ജനാധിപത്യം എന്ന് പറയുന്നത് അതാണ്. ജനാധിപത്യ രീതിയിൽ ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ കാര്യമായിട്ട് മുന്നോട്ട് പോകും. അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല.
അത് പൊതു വികാരമാണ്, അല്ലെങ്കിൽ അംഗങ്ങൾ എല്ലാവരോടും കൂടി തീരുമാനിക്കുന്നതായതുകൊണ്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. അതുപോലെ ഇനി തിരഞ്ഞെടുക്കുന്ന നമ്മുടെ വനിതാ സംഘത്തിൻ്റെ അംഗങ്ങൾ നാളിതുവരെ നമ്മുടെ സഭയെ പറ്റിയോ മറ്റു കാര്യങ്ങളെ പറ്റിയോ ഒരു പരാതികളുമില്ലെങ്കിൽ ഇതിലും മികവുറ്റതായിട്ട് തന്നെ പോകണം. ആരൊക്കെയാണ് എന്നൊന്നും നമുക്കറിയില്ല. ഇതൊക്കെ ഈ ഒഫീഷ്യൽ ഇതിൻ്റെ ഭാരവാഹികളുടെ കർത്തവ്യമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലാ കുടുംബ യൂണിറ്റിനും പ്രാധാന്യം വേണം. ഞാനൊരു കാര്യമേ പറയുന്നുള്ളൂ. കാരണം 1-2 കുടുംബ യൂണിറ്റ് മാത്രമല്ല, മറ്റുള്ള കുടുംബ യൂണിറ്റ് 1-2 കുടുംബ യൂണിറ്റിലെ അംഗങ്ങൾ ഇപ്പോൾ ഉള്ള ഇതിനകത്തില്ല. പക്ഷെ അവരെയും കൂടി എല്ലാവരെയും ഉൾപ്പെടുത്തി കൊണ്ടുപോകുന്നതാണ് അതിനകത്ത് ശരി. അതാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതും. എല്ലാ 6 കുടുംബ യൂണിറ്റാണ് ഇവിടെ ഉള്ളത്. 6 കുടുംബ യൂണിറ്റിൽ നിന്ന് നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ. അങ്ങനെയാണ് ഭരണത്തിൻ്റെ രീതി വരേണ്ടത്. അതുപോലെ തന്നെ വനിതാ സംഘത്തിൻ്റെ ആണെങ്കിലും എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ വേണം. എല്ലാ 6 കുടുംബ യൂണിറ്റ് ഉണ്ട്. 6 കുടുംബ യൂണിറ്റുകളുടെയും അംഗങ്ങളെ ഉൾപ്പെടുത്തുവാനുള്ള ശ്രമം നടത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടെ ഇത് ഉദ്ഘാടനം ചെയ്താൽ പ്രഖ്യാപിക്കുന്നത്. പ്രസിഡന്റ് സെക്രട്ടറിയോട് ചേർന്ന് പ്രസിഡന്റ് സെക്രട്ടറിയോട് പറഞ്ഞു. എല്ലാവരും കിട്ടിയ എല്ലാവരുടെയും കമ്മിറ്റിക്കാരല്ല നല്ല കളർഫുൾ ആയിട്ടല്ലേ. $50,000 തോന്നുന്നല്ലേ? 1 ലക്ഷം തുക പറയുന്നുണ്ട്.